നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പലതരം വാഹനങ്ങളും തീപിടിച്ച് അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പതിവായി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി നിരീക്ഷണങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും ആധികാരികമായ എന്തെങ്കിലും കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ടോ? അത് തടയാൻ വേണ്ടി, ഇത്തരം സംഭവങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്? യെസ് മിനിസ്റ്റർ. ശരി, ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണ് പലപ്പോഴും തീ വരുന്നത്. അപ്പോൾ ആ തീ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഈ ബേസിക്കായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള ഇപ്പം മാറ്റം വരെയാണ്. നമ്മളെന്താണ് വണ്ടിയുടെ മെക്കാനിസം, അതിൻ്റെ ക്ലച്ചിൻ്റെ മെക്കാനിസം, ഗിയറിൻ്റെ മെക്കാനിസം എന്താണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ്, ഇതൊന്നും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളെ പഠിപ്പിക്കാറില്ല. അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചു പോകുക എന്നുള്ളതല്ലാതെ സാങ്കേതികമായി നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ സാങ്കേതികമായൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കാൻ വണ്ടി ഉടമ തന്നെ ശ്രമിക്കണം. പലപ്പോഴും ഇത് വരുന്നത് ഈ തീ പിടിക്കുന്നതെല്ലാം ഫ്രിക്ഷനാണ്, വണ്ടിയിലുണ്ടാകുന്ന ചില ഫ്രിക്ഷൻസാണ്. അത് മനസ്സിലാക്കാനോ അത് റെക്ടിഫൈ ചെയ്യാനോ ഉടമ തയ്യാറാവുന്നില്ല, ഡ്രൈവറും തയ്യാറാകുന്നില്ല, അറിയുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പുക വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ പുക വരുമ്പോൾ പുറത്തേക്ക് ചാടി ഇറങ്ങാനല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. ഇപ്പോൾ KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിലെല്ലാം ഇത്തരം പരിശീലനങ്ങളുണ്ട്. വാഹനത്തിൻ്റെ മെക്കാനിസം കൂടി പഠിപ്പിക്കുക. നിർബന്ധമായും എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി അത് പഠിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.